ഹലോ മാഡം. ആനന്ദ്, അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ആ വിവേക് ഇല്ലേ, അവന് ശമ്പള കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാഡം. ഓക്കെ. കമ്പനിയിൽ നിന്നും അവൻ ലോണോ മറ്റോ എടുത്തിട്ടുണ്ടോ? ഇല്ല മാഡം. കമ്പനി അങ്ങോട്ട് കൊടുക്കാനോ കമ്പനിക്ക് അവൻ തിരിച്ചിങ്ങോട്ട് തരാനോ എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല മാഡം. വിവേക് അഡ്വാൻസ് ഒന്നും വാങ്ങാറില്ല. വേണമെന്ന് ചോദിച്ചാൽ പോലും വേണ്ടെന്നേ പറയാറുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്. എന്താ മാഡം ഈ പറയുന്നത്? പിരിച്ചുവിടാനോ? യെസ്, ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. എന്താ, ആനന്ദിന് കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല മാഡം, വിവേകും സൂര്യസാറും തമ്മിൽ നല്ല അടുപ്പാണല്ലോ. സൂര്യസാർ ഇതിന്റെ പേരില് ചോദ്യമായിട്ട് വന്നാ? ഞാൻ പറഞ്ഞതനുസരിക്കാൻ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം. എന്നാ ഞാൻ പറഞ്ഞ കാര്യം ചെയ്. അവൻ ഇനി മുതൽ നമ്മുടെ കമ്പനിയിലില്ല. ഇന്ന് തന്നെ അവനെ പിരിച്ചുവിട്ടേക്കണം. എല്ലാ സെറ്റിൽമെന്റ്സും നടത്തിയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ മാഡം. നിക്ക്. ഇന്ന് എന്താടി അവനോട് പറഞ്ഞു കൊടുത്ത്? ആരെയൊക്കെ കൈനീട്ടി അടിക്കാൻ ഉപദേശിച്ചു കൊടുത്തു നീ? ഞാൻ സൂര്യസാറിനോടൊന്നും പറഞ്ഞിട്ടില്ല മാഡം. ഇന്നലെ എന്റെ മകളെ അവൻ അടിച്ചു, അവന്റെ സ്വന്തം പെങ്ങളെ. അവൻ 24 മണിക്കൂർ കള്ളും കുടിച്ച് ബോധയില്ലാതെ നടക്കുമ്പോ പോലും അവൻ ഇന്ദ്രജിക്ക് നേരെ കൈ ഓങ്ങിയിട്ടില്ല. പക്ഷെ നീ അത് ചെയ്യിപ്പിച്ചു. അവന്റെ ചെവിയില് ഓരോന്നോരോന്നായിട്ട് ഓതിക്കൊടുത്തിട്ട് ഈ കുടുംബത്തിലുള്ളവരെ മുഴുവൻ വെറുപ്പിക്കാൻ നീ അവനെ പഠിപ്പിച്ചു. ഞാൻ എന്തിനാ മാഡം അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അയ്യോ, നിനക്ക് അവനെ സ്വന്തമാക്കാൻ, അവനിലൂടെ ഈ കുടുംബം മുഴുവൻ സ്വന്തമാക്കാൻ. അതാ നീ ഇപ്പൊ ചെയ്യുന്നത്. ഒരു വേലക്കാരിയായി ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഇപ്പോ നീ ഈ കുടുംബം ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തോന്നൽ എന്റെ മനസ്സിലില്ല മാഡം. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മറന്ന് ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. എന്റെ മകളെ അവൻ തല്ലിയപ്പോ നീ അങ്ങോട്ട് വല്ലാതെ സന്തോഷിച്ചു അല്ലേ? എനിക്കൊരു സന്തോഷവും തോന്നിയില്ല മാഡം. ഒരു കുടുംബത്തിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ഇവിടത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാ. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമാണിതെന്ന് നിനക്കറിയോ? മദ്യപിച്ചാലും ലക്കിട്ട് വന്നാലും എല്ലാവരെയും അവൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമായിരുന്നു. അത്രയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആങ്ങളായിരുന്നെങ്കിൽ ചേച്ചി എന്തിനാ എങ്ങനെ ചെയ്തത്? സൂര്യസാറിന് അപകടം സംഭവിക്കുന്ന അറിഞ്ഞിട്ട് പോലും ആ പടക്കം കൊളുത്തി എറിഞ്ഞത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അവൾ അത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നീ പറഞ്ഞതുപോലെ അവള് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള വിഷയമാണ്. അതിൽ കയറി അഭിപ്രായം പറയാൻ നീ ആരാടി? സൂര്യസാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് വേദനിക്കും മാഡം. ഞാൻ ഈ വീട്ടിലെ വെറും വേലക്കാരി മാത്രമായിരുന്നെങ്കിൽ അത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലെന്ന് കരുതായിരുന്നു. പക്ഷേ മാഡത്തിന്റെ മകൻ കെട്ടിയ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ട്. അതാ ഞാൻ മാഡത്തിന്റെ മകനെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ ബലം. അതുകൊണ്ടാ മാഡത്തിന്റെ മകനെ വേദനിക്കുമ്പോ എന്റെ നെഞ്ചു പൊള്ളുന്നതും. ഇതെന്റെ കഴുത്തിലില്ലായിരുന്നെങ്കിൽ മാഡം പറയുന്ന നിമിഷം ഞാൻ ഇറങ്ങിയേനെ. പക്ഷെ ഇതെനിക്ക് വലുതാ മാഡം, എന്റെ ജീവനേക്കാളും വലുതാ. എടി, ദാനം കിട്ടിയ ഈ ഒരു താലി ചെറുകൊണ്ട് എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നീ നോക്കല്ലേ? ഇപ്പൊ അഭിമാനത്തോടെ നീ ഈ ഉയർത്തിപ്പിടിക്കുന്ന ഈ താലി ഉണ്ടല്ലോ, അതിന് ഒരുപാട് ആയുസൊന്നും ഞാൻ തരില്ല. അധികം കാലതാമസവും ഞാൻ തരില്ല.
ഒന്നുകില് ഈ താലി മാത്രം, അല്ലെങ്കിൽ നിന്റെ തലയോടൊപ്പം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു സൂര്യ? ഓൾമോസ്റ്റ് ഓക്കെ ഡോക്ടർ. ഇപ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നേരത്തും കാലത്തും മരുന്ന് കഴിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ ഇയാള്. ഓ ഓക്കെ, നമുക്കെന്നാ കാലിന്റെ കെട്ടൊന്ന് അഴിച്ചു നോക്കാം. വൈദ്യശാസ്ത്രത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ പറയുന്നത് ഒരു രോഗിക്ക് ഡോക്ടറും മരുന്നും എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് രോഗിയെ പരിചരിക്കുന്ന ആളും. എനിവേ സൂര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തൽക്കാലം അവസാനിച്ചിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ നന്ദിനി സ്ഥിരമായിട്ട് അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ബെറ്ററാണ്. ആക്ച്വലി മുറിവുണങ്ങാൻ കുറച്ച് ദിവസം കൂടി ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ ഓടാനും ചാടാനും ഒക്കെ. നോ നോ നോ, ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പതിയെ പിച്ച വെച്ച് തുടങ്ങിയാലേ നമുക്ക് പതിയെ പഴയ കണ്ടീഷനിലേക്ക് പോകാൻ പറ്റൂ. സൂര്യ നടന്നു നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 8 or 10 സ്റ്റെപ്പ് വേണമെങ്കിൽ നടന്നു നോക്കാം. അതല്ല ഇനി ക്ഷീണമൊന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഒരു മരുന്നുകൂടി ഒന്ന് മാറ്റി എഴുതി തരാം, ഫാസ്റ്റ് റിലീഫിന് വേണ്ടി. നന്ദിനി, തനിക്കിതൊക്കെ അറിയാമോ? അല്ല, താൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ സർ? സാധാരണ ആളുകൾ വെച്ച് കിട്ടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പ്രൊഫഷണലാ.